ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ആണുങ്ങൾക്ക് വേണ്ടിയാണ്. പ്രധാനമായിട്ടും സിഗ്മ മെയിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കൂടുതൽ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാൻ സാധ്യതയില്ല. ഈ വീഡിയോയുടെ കമന്റ്സിൽ ചിലപ്പോൾ ഒരുപാട് ചീത്തവിളിയും കേൾക്കേണ്ടി വന്നേക്കാം. എങ്കിലും ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ശരിക്കുമുള്ള സിഗ്മ മെയിൽ എന്താണെന്ന് പറയാൻ പോവുകയാണ്. ഈ സിഗ്മ മെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തെല്ലാം രീതിയിൽ മാറ്റിമറിച്ചാണ് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും എല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതെന്ന് നിങ്ങളിന്ന് മനസ്സിലാക്കണം. ശരിക്കും ഇവരെല്ലാം പറയുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് സിഗ്മ മെയിൽ. ശരിക്കുള്ള ഒരു സിഗ്മ മെയിൽ എന്ന് പറഞ്ഞാൽ തീർത്തും യൂണിക്, അതായത് റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു മെൻസ് കാറ്റഗറിയാണ്. വെറും 0.1% മാത്രമേ റിയൽ ആയിട്ടുള്ള സിഗ്മ മെയിൽസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനെ വളരെ കോമൺ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അവരവരെ തന്നെ സിഗ്മ മെയിൽ ആയിട്ടാണ് കാണുന്നത്, മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അങ്ങനെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ നിങ്ങളൊരു സിഗ്മ മെയിൽ ആണെന്ന്? അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ശരിക്കും ഒരു സിഗ്മ മെയിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുപോലെ എങ്ങനെ ഒരു സിഗ്മ മെയിൽ ആകാമെന്നും നിങ്ങൾക്കറിയില്ല. ശരിക്കുള്ള സിഗ്മ മെയിൽ എന്താണെന്ന്, ആരാണെന്ന് അപ്പോൾ ഇതുവരെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. ശരിക്കുള്ള ഒരു റിയൽ സിഗ്മ മെയിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ടൊക്കെ പുരുഷന്മാരെ 2 കാറ്റഗറി ആയിട്ടാണ് മെയിൻ ആയിട്ട് തിരിച്ചിരുന്നത്: ആൽഫ മെയിൽ, ബീറ്റ മെയിൽ. ബീറ്റ മെയിൽ എന്ന് പറയുന്നത് ഫോളോവേഴ്സ് ആയിരിക്കും. അവർക്ക് എന്ത് കിട്ടുന്നുവോ, അതായത് എന്ത് ഓർഡർ കിട്ടുന്നുവോ അതാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈ ബീറ്റ മെയിൽസിന് ഓർഡർ കൊടുക്കുന്നവരായിരിക്കും ആൽഫ മെയിൽസ്. ആൽഫ മെയിൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എബിലിറ്റി ഉള്ളവരായിരിക്കും. ഹൈ കോൺഫിഡൻസ് ആൻഡ് നോ നോൺസെൻസ്. വളരെ വലിയ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. പക്ഷേ ടെക്നോളജിയും സയൻസ് എല്ലാം വളരാൻ തുടങ്ങിയപ്പോൾ ഒരു കാറ്റഗറി കൂടി വന്നു എന്ന് വേണം പറയാൻ. ആൽഫ ആൻഡ് ബീറ്റ, ഈ 2 കാറ്റഗറിയിലും വരാത്ത, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ കാറ്റഗറിയാണ് വന്നത്. അതിനെയാണ് സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. ഇവർക്ക് ശരിക്കും ആൽഫ മെയിൽസിന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടാകും. പക്ഷേ ഇവർ ഒരിക്കലും ആരെയും ലീഡ് ചെയ്യുന്നില്ല, നേതൃത്വം നൽകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ബീറ്റ മെയിലിനെ പോലെ സൈലന്റ് ആയിരിക്കും, പക്ഷെ ആരെയും ഫോളോ ചെയ്യുന്നുമില്ല. ഇവർക്ക് വേണ്ടി സ്വന്തമായി ഒരു ലോകമുണ്ടാക്കി അതിലാണ് ജീവിക്കുക. ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ആരാണ് ഇതിൽ ടോപ്പിൽ വരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ കയറാനായിട്ട് സിഗ്മ വരുന്നില്ല. അവർ അവരുടെ പവറിൽ സ്വന്തമായി നിലനിൽക്കും. ആർക്കും ഓർഡർ ഇടാനും അതുപോലെ ആരെയും അനുസരിച്ച് അവരെ ഫോളോ ചെയ്യാനും ഇവർ മുതിരുന്നില്ല. ഇവരുടെ ചുറ്റിനും കുറെ ആളുകളും ഉണ്ടാവുകയില്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ, കാട്ടിൽ ഒരു ആൽഫ സിംഹം ഉണ്ടെന്ന് കരുതുക. ആ സിംഹമായിരിക്കും അവിടെ രാജാവ്, അതായത് അതിനെയായിരിക്കും എല്ലാവരും രാജാവായിട്ട് കാണുന്നത്. ഇതിനെ കണ്ടും എല്ലാവരും അതുപോലെ തന്നെ ഭയപ്പെടും. അതുപോലെ അതേ കാട്ടില് ഒരു സിഗ്മ ടൈഗർ ഉണ്ടാകും. എങ്ങനെ ഒരു വോൾഫ് ലീഡർ ആൽഫ ആയിട്ട് നിൽക്കുന്നുവോ അതുപോലെ തന്നെ ലോൺ വോൾഫ് സിഗ്മ ആയിട്ട് നിൽക്കും. ആൽഫയുടെ ലീഡർഷിപ്പ് എബിലിറ്റി കൊണ്ട് അവർക്ക് എപ്പോഴും അഡ്വാൻറ്റേജസ് ഉണ്ടാകും. അതുപോലെ അവർക്ക് ബീറ്റ മെയിൽസിന്റെ പടയാളികളും സപ്പോർട്ടിനുണ്ടാവും. അതേസമയം സിഗ്മ മെയിൽസ് തനിച്ചു പോരാടും. ആൽഫ ആൻഡ് സിഗ്മ അവർക്ക് ഫൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപോലെ പൊരുതി നിൽക്കും. കാരണം അവർ തുല്യ ശക്തികളാണ്. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് വേണമെങ്കിൽ ബീറ്റ മെയിൽ എന്ന അടയാളം മായ്ക്കണം. അതേസമയം സിഗ്മ മെയിലായി മാറുകയും വേണം. ഇവര് 3 പേരുടെയും പവർ വെച്ച് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഇടം ഉണ്ടാകണമെങ്കിൽ സിഗ്മ മെയിൽസിന്റെ കുറച്ച് റൂൾസ് ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. സിഗ്മ മെയിൽസിന്റെ ഫസ്റ്റ് റൂൾ എന്താണെന്ന് നോക്കാം. ഡോണ്ട് പ്രിറ്റൻഡ് ടു ബി എ സിഗ്മ. ആദ്യമൊക്കെ എല്ലാവരും ആൽഫ മെയിൽ ആവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ആവാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരിൽ പലരും സിഗ്മ മെയിൽ ആണെന്ന് നടിച്ചു. എങ്കിലും ബീറ്റ മെയിൽ ആയിട്ടുള്ള ഒരാൾ സിഗ്മ മെയിൽ ആയിട്ട് എത്ര കാണിക്കാൻ ശ്രമിച്ചാലും അവർ വെറുതെ അവരുടെ റൂമിലിരുന്ന് ഫോണിൽ നോക്കിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തോ കൂടുതൽ സമയം കളയാനാണ് സാധ്യത. അവർക്ക് ഒരിക്കലും ഒരു സിഗ്മ മെയിൽ ആവാൻ സാധിക്കില്ല. അതുപോലെ ഒരു സ്ത്രീയോട് നേർക്ക് നേർ നോക്കി സംസാരിച്ചാൽ അവരുടെ ഉള്ളു നടുങ്ങുന്നുണ്ടാവും. പക്ഷെ അവർ പുറത്ത് കാണിക്കുന്നത് അവർ സ്ത്രീകളെ ഇഗ്നോർ ചെയ്യുന്നത് പോലെ ആയിരിക്കും. പക്ഷെ ആരും അറിയാതെ അവർ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് അവരെല്ലാവരോടും പറഞ്ഞു നടക്കും, ഞാനൊരു സിഗ്മ മെയിൽ ആണെന്ന്. പക്ഷെ ശരിക്കുമുള്ള സിഗ്മ ഇങ്ങനെയല്ല. അതുപോലെ ശരിക്കുമുള്ള സിഗ്മ ഒരിക്കലും ഞാനൊരു സിഗ്മയാണെന്ന് പറഞ്ഞു നടക്കില്ല. അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയുമില്ല. ഉദാഹരണത്തിന് കാട്ടിലുള്ള സിഗ്മ ടൈഗറിനെ തന്നെ എടുക്കാം. അവിടെയുള്ള ആൽഫ സിംഹത്തിനോട് ഒരിക്കലും പോയി പറയുന്നില്ല അത് ഞാനൊരു സിഗ്മയാണ്, ബട്ട് ആൽഫ അത് കണ്ടറിഞ്ഞു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. നിങ്ങൾ തന്നെ നിങ്ങളൊരു സിഗ്മ മെയിൽ ആണെന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് കൊണ്ടോ ഒരിക്കലും നിങ്ങൾ സിഗ്മ മെയിൽ ആവുന്നില്ല. അതുകൊണ്ട് ഇനി പറയുന്ന സെക്കൻഡ് റൂൾ ഓർമ്മയിൽ വെച്ചോളൂ. ജെൻഡർ ന്യൂട്രൽ. ചില ആണുങ്ങളുണ്ട്, നിങ്ങൾക്കിടയിലും ഉണ്ടാകും, സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ അവരിലും ബലഹീനമായ ആളുകളെ അടക്കി ഭരിക്കുന്നത്. ഇതൊരു ബീറ്റ മെയിൽ ക്വാളിറ്റിയാണ്. സിഗ്മ മെയിൽസ് ജനറൽ ന്യൂട്രൽ ആയിരിക്കും. എല്ലാവരെയും ഒരുപോലെ മര്യാദ കൊടുത്ത് കാണുന്നവരായിരിക്കും. അവർ ഒരിക്കലും തങ്ങളെക്കാളും ബലഹീനരായവരെ ഒരു രീതിയിലും ഉപദ്രവിക്കുകയില്ല. ശരിക്കും ഇതാണ് സിഗ്മ മെയിൽസിനെ ആൽഫ മെയിൽസിൽ നിന്നും ബീറ്റ മെയിൽസിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന കാരണം. ആൽഫ അധികാരം കാണിക്കണമെന്ന് കരുതുമ്പോൾ സിഗ്മ മെയിൽ സംരക്ഷണം നൽകണമെന്നാവും ചിന്തിക്കുക. അതുപോലെ ഇവർ
ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാണുന്നവരാണ്. ഇവരെക്കാളും പവർഫുള്ളായ ആളുകളെ ഇവർ ഭയപ്പെടാറില്ല. അതുപോലെ അവരെക്കാൾ ബലഹീനമായ ആളുകൾക്ക് സഹായം ചെയ്യുവാനും ശ്രമിക്കും. ഇനി നമ്പർ 3. ഇനി മൂന്നാമത്തെ റൂൾ നോക്കാം. റിമെയിൻ കാം ഇൻ എവറി സിറ്റുവേഷൻ. ഇവരെ എത്ര വലിയ കഷ്ടപ്പാടുള്ള ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയി ഇട്ടാലും യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ, അല്ലെങ്കിൽ അതിന്റെ യാതൊരുവിധ ടെൻഷനും മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാതെ അവർ അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു വരും. കാരണം ഇവർക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി നിങ്ങൾ എത്ര പ്രഷർ കൊടുത്താലും അവരുടെ മനസ്സ് എപ്പോഴും ഒരേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും. എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും അതിനെ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴി ഇവർ കണ്ടെത്തും. എത്ര വലിയ പ്രോബ്ലം ആയിരുന്നാലും ഭയപ്പെടാതെ അത് സോൾവ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ശരിക്കുള്ള ഒരു സിഗ്മയുടെ അടയാളവും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആണ് നമ്മൾക്ക് മനസ്സിലാവുക. ജയിക്കില്ലെന്ന് അറിഞ്ഞാലും ഇവർ ഭയമില്ലാതെ അവസാനം വരെ പൊരുതി നിൽക്കും. അതുപോലെ ആരോടും ഇവരൊരു സഹായത്തിനായിട്ട് കെഞ്ചുകയുമില്ല. ഇനി റൂൾ നമ്പർ 4. എംബ്രസ് യുവർസെൽഫ്. ഒരു റിയൽ സിഗ്മ അവർ ഒരു ഗോൾ നേടാൻ വേണ്ടി എത്ര ഹാർഡ് വർക്ക് വേണമെങ്കിലും ചെയ്യും. അവരുടെ മാക്സിമം അതിനായി കൊടുക്കും. അവർ അവരെ തന്നെ ട്രെയിൻ ചെയ്ത് ബെസ്റ്റ് ആക്കി എടുക്കും. ആ ഗോളിന് വേണ്ടി അവർ ഉറക്കമില്ലാതെ പരിശ്രമിക്കും. ആവശ്യമില്ലാത്ത സമയം കളയുകയില്ല. ആവശ്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയും അവർ സമയം പാഴാക്കില്ല. ആവശ്യമില്ലാത്ത ഫംഗ്ഷൻസ്, പാർട്ടി ഒന്നും അവർ അറ്റൻഡ് ചെയ്യില്ല. തന്റെ ഫ്രണ്ട് എവിടെ പോയി, അല്ലെങ്കിൽ അവർ എന്തെടുക്കുകയായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കണ്ട് ഫീൽ ചെയ്യുന്നത്, ഇതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ല. മറ്റുള്ളവരുടെ ലൈഫിലേക്ക് അവർ ശ്രദ്ധിക്കാറേയില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുവെന്നോ എന്ത് ചിന്തിക്കുന്നുവെന്നോ ഒരിക്കലും അവർ വറി ചെയ്യാറേയില്ല. വളരെ കുറച്ച് മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ഞെട്ടിക്കും. അവർ പറയുന്ന ഓരോ വാക്കും ചിന്തിച്ചു പറയുന്നവയായിരിക്കും. ആൽഫ മെയിൽസിനെ പോലെ ലീഡേഴ്സ് ആവില്ല അവർ. അതുപോലെ പ്രസംഗിച്ച് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാനും ഇവർ വരാറില്ല. കാരണം ഒരു സിഗ്മ മെയിലിന്റെ ശരിക്കുമുള്ള കഴിവ് അല്ലെങ്കിൽ അവരുടെ പവർ അവരുടെ വേർഡ്സിലല്ല, അവരുടെ പ്രവൃത്തിയിലാണുള്ളത്. സൈലന്റ് ആയിട്ടിരുന്ന് മറ്റുള്ളവർ പറയുന്നതും ചെയ്യുന്നതും ഇവർ ഒബ്സർവ് ചെയ്യും. അതിനെക്കുറിച്ച് ചിന്തിച്ച് വിലയിരുത്തി അത് മനസ്സിലാക്കിയ ശേഷം മാത്രം അടുത്തത് എന്ത് വേണമെന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരാണിവർ. ശരിക്കും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കണ്ടിട്ട് പലരും ഞാനൊരു സിഗ്മയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കുമുള്ളൊരു സിഗ്മ എവിടെയെങ്കിലും സൈലന്റ് ആയിട്ടിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ റൂൾസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തൂ. ശരിക്കും നിങ്ങളൊരു സിഗ്മയാണോ ആൽഫയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും.